ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് സന്തോഷം തോന്നുന്നു, ഐ ആം ഫീലിംഗ് ഹാപ്പി. എന്നാൽ എനിക്ക് ആനന്ദം തോന്നുന്നു, ഐ ആം ജോയ്ഫുൾ എന്ന് നമ്മൾ പറയാറുണ്ടോ? എന്താണ് സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം? സന്തോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായ, വളരെ നിസ്സാരമായ ഒരു വികാരമാണ്. ഉദാഹരണമായി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ടൂർ പോകുമ്പോൾ, സമ്മാനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലികമായ ഒരു വികാരമാണിത്. നേരെ മറിച്ച് ജീവിതയാത്രയിൽ ചില അവസരങ്ങളിൽ നാമെല്ലാം കഷ്ടതയിലൂടെയും ദുഃഖത്തിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും വേദനയിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ്. ഈ അവസരങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മധൈര്യം തോന്നിയിട്ടുണ്ടോ? എല്ലാം ശരിയാകും, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്, ഇപ്പോൾ കടന്നു പോകുന്ന ഈ വിഷമഘട്ടം ഉടനെ മാറിപ്പോകും എന്നുള്ള ഉറച്ച വിശ്വാസം. ഈ വിശ്വാസം തരുന്ന വികാരത്തെ നമുക്ക് ആനന്ദം എന്ന് പറയാം. വിഷമഘട്ടത്തിലും മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതെ വൈകാരിക സ്ഥിതിയെ നിയന്ത്രിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന അവസ്ഥ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരമായ ആനന്ദത്തെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആരു നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അതായത് കഷ്ടതയുടെയും വേദനയുടെയും നടുവിലും ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ശക്തമായ ആത്മസംതൃപ്തി. ഇത് ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നു. ബൈബിൾ പ്രതിപാദിക്കുന്ന സന്തോഷം താൽക്കാലികമായ, വളരെ നിസ്സാരമായ സന്തോഷമല്ല. ഇവിടുത്തെ സന്തോഷം വളരെ ശക്തമായ ആനന്ദമാണ്. ഉദാഹരണമായി, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: അപ്പോസ്തലന്മാരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്നും പുറത്തുപോയി. ഈശോ തൻ്റെ രക്തം ചിന്തി വീണ്ടെടുത്തവരാണ് ഞാനും നിങ്ങളും. ഏത് പ്രതിസന്ധിയിലും വിഷമഘട്ടത്തിലും മനസ്സിൻ്റെ താളം തെറ്റാതെ എല്ലാം ശരിയാക്കുവാനുള്ള ആത്മീയ ബലവും ശക്തിയും ഈശോ നമുക്ക് നൽകുന്നു. ഈശോയിൽ നമുക്ക് ആനന്ദിക്കാം. ഈശോയെ, അങ്ങയിൽ ഞങ്ങൾ അഭയം തേടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ